ഒരു സെൽഫ് ഡിഫെൻസ് വീഡിയോ ട്യൂട്ടോറിയലായിട്ട് വന്നതാണ്. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാം, ഇത് ഈ ടെക്നിക്ക് പറഞ്ഞത് ജോർജ് സെന്റ് വിയർ ആണ് കേട്ടോ, GSP. അപ്പോൾ അയാൾ പറയണത് നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ലാലേട്ടനോട് ആരെങ്കിലും അഭിനയം പഠിപ്പിക്കുമോ? അമ്മൂക്ക് പോലും പഠിപ്പിക്കില്ല. അപ്പോൾ ആ മൂടായി പോകും. GSP ആ പുള്ളിയുടെ ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ പ്രീ പ്ലാനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. എപ്പോഴും നമ്മൾ ഒരു ഫൈറ്റ് സിറ്റുവേഷൻ വരുമ്പോൾ ഒരു കാര്യം ബേസിക്കലി ചിന്തിക്കുക, നമ്മുടെ കൈയില്ലേ ഇതിങ്ങനെ ഇരുന്നാലൊക്കെ ഇതൊക്കെ പെട്ടെന്ന് ഇഞ്ചുറി ആയി പോകുകൊണ്ട് എപ്പോഴും നമ്മുടെ ബേസിക് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ 4 പേരിൽ അതിന് ഉള്ളിലോട്ട് മടക്കുക. ദെൻ ജസ്റ്റ് ഇതിപ്പോൾ ലോക്കായി, ഇതിനിടയിൽ ഞാൻ ഫുൾ ലോക്ക് ചെയ്യാൻ പോണേ ഈ ഹാൻഡ് വെച്ചുകൊണ്ടാണ്. ഇതിപ്പോൾ ശരി ഹാമറ പോലെയൊക്കെ നമുക്ക് തോന്നും, ഫീൽ ലൈക്ക് ഹാമർ. മാത്രമല്ല ഇത് ഇടിച്ച് കഴിഞ്ഞാൽ ഇത് കൊള്ളുമ്പോൾ ലൈക്ക് ഒടുക്കത്തെ ഇമ്പാക്റ്റാണ് നമുക്ക്. അത് നിങ്ങൾക്ക് ഈ ഫിസ്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് സ്വയം ഹെഡ് ഒന്ന് പയ്യെ ഇടിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റീവ്നെസ് മനസ്സിലാവും. അപ്പോൾ GSP പറയണം ഇതാണ് നമ്മുടെ അപ്പോണൻറ്റ് കേട്ടോ. എന്നത്തെ പോലെ നമ്മുടെ പാവ അപ്പോണൻറ്റ് ബലിയാട് എല്ലാ വിഷമത്തിൻ്റെ മെത്തത് തീർക്കണം. അപ്പോൾ ഇവനാണ് അപ്പോണൻറ്റ് എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ കോൺഫിഡൻസ് സിറ്റുവേഷൻസ് തന്നെ. അപ്പോൾ 6 feet ടോളായ ആളെന്ന് വിചാരിക്കും. 6 feet ആണെന്ന് ഞാൻ പറയണേ. അപ്പോൾ ഒരു ടോൾ ആൾ കോൺഫിഡൻറ്റ് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ GSPയുടെ അഡ്വൈസിൽ ഈ ഒരു പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞേക്കണം. ഈ ഒരു പൊസിഷൻ്റെ ബേസിക് അഡ്വാൻറ്റേജസ് പറഞ്ഞുതരാം. നിങ്ങൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ ഇതാണ് കേട്ടോ ഗൈസ്. നിങ്ങളാണ് എൻ്റെ അപ്പോണൻറ്റ് വിചാരിച്ചു, ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്ന പൊസിഷൻ എപ്പോഴും ഇങ്ങനെ ഇരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എന്നുള്ള അപ്പോണൻറ്റിൻ്റെ അറ്റാക്ക് നമുക്ക് ഉണ്ടാവും ബ്ലോക്ക് ചെയ്യാം. ഇവിടെ നിന്ന് തന്നെയാണെങ്കിൽ ഷോൾഡർ വെച്ച് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ അധികം എക്സ്പീരിയൻസ് ഇല്ലാണ്ട് കണ്ട ഏരിയ ഓഫ് കോണ്ടാക്ട് മിനിമലാണ്. അപ്പോൾ എൻ്റെ അപ്പോണൻറ്റിന് ഇപ്പം അറ്റാക്കുകൾ എൻ്റെ വൈക്കൽ ഓർഗൻസ് ശരിക്കും ഓൾമോസ്റ്റ് കൊട്ടായിരുന്നു. നിങ്ങൾ നോക്കി കണ്ടോ, എൻ്റെ ഇവിടെ വരെ ഇവിടെ അതൊക്കെ ഇത്തിരി ഹൈലാണ്, എന്നാലും ഇവിടെ ഓൾമോസ്റ്റ് പ്രൊട്ടക്റ്റഡാണ്. ഈ ഏരിയ ചിൻ വരെ എൻ്റെ പ്രൊട്ടക്റ്റഡാണ് കണ്ടോ. അപ്പോൾ അപ്പോണിൻ്റെ ടാർഗറ്റ് ഏരിയ പറഞ്ഞില്ലേ, ഇത് കൺഫേം ഫ്രീ ആയിട്ട് കുറേ ചെയ്യാം. ഇതാണ് കേട്ടോ ഗൈസ് പൊസിഷൻ. ഹാൻഡ് എപ്പോഴും ലോഡഡ് ആയിക്കണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ലോഡ് പിടിക്കാനെന്നുള്ള ഞാൻ പറഞ്ഞ കോൺടാക്ട് ചെയ്യണ മൊമെന്റിൽ നമ്മുടെ ഹാൻഡിൽ ലോഡ് ആയിക്കാനുള്ള ബെനിഫിറ്റ്സ് ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഇരിക്കുന്നതല്ലേ, ഇങ്ങനെ കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് പറഞ്ഞിട്ട് ഒന്ന് എൻ്റെ ഈ ഏരിയ ഓഫ് ബോഡി ഇതുണ്ടോ, ഇത് ഞാൻ മാക്സിമം മിനിമൈസ് ചെയ്തു. അപ്പോൾ എൻ്റെ അപ്പോണിന് ഇതൊരു അറ്റാക്ക് വന്നാൽ അവൻ്റെ ഏരിയ ഓഫ് കോൺടാക്ട് ചെയ്യാനുള്ള സ്പേസ് കുറവാണ്. പിന്നെ എൻ്റെ പൊസിഷൻ കണ്ടോ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഈ നിൽക്കുന്ന ഒരു പൊസിഷനിൽ ഇപ്പോൾ അപ്പോണിൻ്റെ ഒരു ചെറിയ ജാബ് ഇവിടുന്ന് ആഡംസിൽ ആരും അറിയില്ല, എന്തെങ്കിലും എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചുമ്മാ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഹാൻഡിൽ ഓർഡർ ആണല്ലോ. ഇപ്പം അപ്പോണിൻ്റെ ഒരു കോൺടാക്ട് ഇനിഷ്യേറ്റ് എന്ന് വെച്ചു. ഇനിഷ്യേറ്റ് കഴിയുമ്പോൾ എന്താ നമ്മുടെ ഈ ഹാൻഡ് എപ്പോഴും ഓർഡറാണ്. 24 ഓർഡർ വന്നു ഓർഡർ. ഇപ്പോൾ നിങ്ങൾ ഷോൾഡർ ഒക്കെ നമ്മൾ ടച്ച് ചെയ്യണമെന്ന് വെച്ചു. ഈ ബാഗ് 30-35 കിലോ ഉണ്ട്. ഒരു ഹ്യൂമൻ ഹെഡ് 5 കിലോ ഉള്ളു. ഒരു ഹ്യൂമൻ ഹെഡിൻ്റെ 6 ഇരട്ടിയുണ്ട് ഈ ബാഗ്. അപ്പോൾ അതേപോലത്തെ നമ്മൾ ഷോർട്ട് ഹാൻഡ് ഇങ്ങനെ പിടിച്ചിട്ട് ഫോളോ അപ്പ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒരു 5 തന്നെ മതി അവനൊന്ന് ഞെട്ടാൻ. പറഞ്ഞാണ് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ പറഞ്ഞില്ലേ ലോഡായി നമ്മളെ എന്തോരം കാര്യങ്ങളാണ് ഫ്രീ. ഇവിടെ നിന്നൊരു ഹുക്കൊക്കെ കുറച്ച് ഹയർ ലെവലാണ് പറഞ്ഞാണ്. അപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ബേസിക് കാരണം ഒരു കോൺഫിഡൻസ് സിറ്റുവേഷൻ, ഒരു സ്ട്രീറ്റ് ഫൈറ്റ്, റോഡ് റേജ്, നമ്മുടെ അപ്പോണൻറ്റ് ഫ്രണ്ടിൽ നിന്ന് തിളക്കുകയാണെങ്കിൽ ഒരു ബസ്സിൽ നിന്നോളുക ഫ്രണ്ടിൽ പോയിട്ട്. അപ്പം തന്നെ അവനൊന്നും ഇതായിക്കോളും. പിന്നെ ഒരു കാര്യമുണ്ട് കാര്യം, നമ്മുടെ എതിരെ തന്നെ ആൾ ഇടിവിടങ്ങണ സമയത്ത് ഈ ഒരു ഹാൻഡ് പൊസിഷൻ ഇങ്ങനെ ലൈക്ക് ഈ ഒരു പൊസിഷനിലൊക്കെ നിൽക്കണമെങ്കിൽ ഓർത്തോ അവൻ്റെ ട്രെയിനിങ് കിട്ടിയവരുണ്ട്. ഇങ്ങനെ ഇത്തിരി കെയർഫുൾ ആയി വേണം. ഒരു ബോക്സിങ് ആളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കുറച്ച് അതിനൊക്കെ പിന്നെ അടുത്ത എപ്പിസോഡ്സിൽ പറയാം. അപ്പം ബേസിക്കായിട്ട് ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. ഈ ഒരു പൊസിഷനിൽ നിൽക്കുക, ഏരിയ ഓഫ് കൺട്രോൾ ആണ്. അപ്പോണൻറ്റ് നമ്മൾ പുഷ് ചെയ്തു, ഹാൻഡ് വെച്ച് ബ്ലോക്ക് ചെയ്തു, ഷോൾഡർ വെച്ച് ടെറി ചെയ്തു. ഈ ക്ലോസ്ഡ് ആണ്, ലൈക്ക് ഇതിന് വലിയ മൂവ്മെന്റ് ഇല്ല. അപ്പൊ ഈ കൊള്ളണ ഇമ്പാക്ട് അത്ര ഹാർഡാണ്. അപ്പൊ അത്രേ ഉള്ളൂ ഷോർട്ട് വീഡിയോ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ അടുത്ത ടെക്നിക്സായി വലിയ പ്രൂവ് ആൾക്കാർ പറയണ വീഡിയോയുമായി വരുന്നതായിരിക്കും. മലയാളം വെർഷൻ കോപ്പി അടിച്ചു. ഓക്കെ.